ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏറ്റവും പുതിയ മാരുതി സുസുക്കി എക്സ്പ്രസോ ആണ്. ഈ വണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നതിൻ്റെ മൈലേജും അതുപോലെ തന്നെയുള്ളതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും വെച്ചിട്ടാണ്. ഇതൊരു സെഗ്മെൻറ്റ് ഓപ്പണറാണ്. മിനി SUV എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് ഓപ്പൺ ചെയ്തൊരു വാഹനമാണ് മാരുതിയുടെ എക്സ്പ്രസോ എന്ന് പറയുന്നത്. എക്സ്പ്രസോ പറ്റി ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടി ഒരുപാട് ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഓപ്ഷണൽ ആക്സസറീസ് ആയാലും എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഫുൾ ഓപ്ഷനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. അഡീഷണൽ ആക്സസറീസും എല്ലാം ആഡ് ഓൺ ചെയ്തിട്ട് ഏകദേശം 38,000 രൂപയുടെ പാക്ക് തന്നെ ഈ വണ്ടിയിൽ എടുത്തിട്ടുണ്ട്. അത് തന്നെ ക്രോമിയം ഗാർഡിങ്സും ക്രോമിയം ലൈനിങ്സും എല്ലാം ഈ വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 5,35,000 രൂപയോളമാണ്. ഇത് നമ്മൾ ന്യൂ ഇയർ ഓഫറും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തതിന് ശേഷമുള്ള പ്രൈസാണ് ഈ 5,35 എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ടാറ്റ HBX എന്ന കോൺസെപ്റ്റ് അവതരിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞിരുന്ന കാര്യമാണ് എല്ലാ സെഗ്മെൻറ്റിലും നമുക്കൊരു SUV, എല്ലാ പ്രൈസ് പോയിൻറ്റിലും നമുക്കൊരു SUV ഓപ്റ്റ് ചെയ്യാൻ സാധിക്കണമെന്ന്. എന്ന് വെച്ചാൽ നമ്മളെ ഫാമിലിക്കായാലും നല്ല ഹൈറ്റിൽ ട്രാവൽ ചെയ്ത് പോകാനും സാധിക്കും. ഹെഡ് റൂം ആയാലും അതുപോലെ തന്നെ സ്പേസ് കുറവില്ലാതെ ട്രാവൽ ചെയ്ത് പോകാൻ ഒരു SUV എന്ന് പറയുന്ന വാഹനം ഒരുപാട് യൂസ്ഫുള്ളാണ്. ഫാമിലിക്കായാലും കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ. അപ്പം ഈ എക്സ്പ്രസോ എന്ന് പറയുന്ന വാഹനം ഒരു ലോവർ എൻഡ് അല്ലെങ്കിൽ എൻട്രി ലെവൽ ഒരു മിനി SUV ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ഓൾട്ടോയും വാഗ്നറും തമ്മിലുള്ള അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൺ റോഡ് 5,35,000 എല്ലാ ഓഫേഴ്സും കാര്യങ്ങളും ഒഴിച്ചിട്ട്. ഇതാണ് നമ്മുടെ മാരുതി സുസുക്കി എക്സ്പ്രസോ. ഫ്രണ്ട് കാണുന്ന പോലെ തന്നെ നമുക്ക് ഓൾട്ടോയും വാഗ്നറിൻ്റെ ഒരു മിക്സാണ്. ബ്രസ്സയുടെ ഒക്കെ ഒരു ഫേസ് കട്ട് എവിടെയൊക്കെ ഉണ്ടെന്ന് പറയാം. ആ രീതിയിലാണ് മാരുതി എക്സ്പ്രസോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് തന്നെ കണ്ടാലും ബോണറ്റ് ലൈൻ എന്ന് പറയുന്ന കുറഞ്ഞ ബോണറ്റ് ലൈനാണ്. കാരണം മാക്സിമം സ്പേസ് ഉള്ളിൽ കൊടുക്കുക, മാക്സിമം സ്പേസ് ട്രാവലേഴ്സിന് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് മാരുതി മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ടോൾ ബോഡി ഡിസൈൻ നമ്മളെ വാഗ്നറിൻ്റെ ഒക്കെ ചെറിയ പതിപ്പായിട്ട് കൂട്ടാം നമുക്ക് ഇതിൻ്റെ ഡിസൈനെ സംബന്ധിച്ചോളം. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കാണുമ്പോൾ തന്നെ ആയാലും ഇത് ഫുൾ ഓപ്ഷനാണ്, ഫുൾ ഓപ്ഷൻ മോഡലാണ് VXi+. പക്ഷേ ഇതിനകത്ത് ഫുൾ ഓപ്ഷൻ ആയപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഈ ക്രോം എലമെൻറ്റ്സ് ആയപോലെ ഈ സ്റ്റൈലിംഗ് എലമെൻറ്റ്സ് ആയാലും കുറച്ചും കൂടി ഒരു കാര്യങ്ങളെല്ലാം കുറേ മിസ്സിംഗ് ആണ്. ഇതിന് ഓപ്ഷണൽ പാക്കേജ് എടുത്തിട്ടുണ്ട്. ആ പാക്കേജ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് ഈ കാണുന്ന ഈ ക്രോമിയം ഇൻസേർട്സ് ആയാലും എല്ലാം അതിനകത്ത് വരുന്നതാണ്. അതേപോലെ ഈ താഴെ കാണുന്ന ഈ ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് ഉണ്ട്, ഒരു അലൂമിനിയം ഫിനിഷ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് ഏരിയ ഒക്കെ എടുത്തിട്ടുണ്ട്, സ്കഫ് ലൈറ്റൊക്കെ. അതെല്ലാം ഈ പാക്കിൽ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു പാക്കിലാണ് ഈ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വണ്ടിക്ക് മൊത്തം ചുറ്റും ഈ പാക്കിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഈ പാക്കിൻ്റെ ഒരു രീതി വണ്ടിക്ക് ചുറ്റും നമുക്ക് അറിയാൻ പറ്റും. ഫ്രണ്ടിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ടുള്ള ഹെഡ് ലാമ്പാണ്, ഒരുപാട് LED കാര്യങ്ങളൊന്നുമില്ല, ക്ലിയർ ഹെഡ് ലാമ്പാണ് വരുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ക്രീസിങ്സും കാലം പോലെ വന്നിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ ഫുള്ളി ബ്ലാക്ക്ഡ് ഔട്ടാണ്. ഇത് എയർ ഇൻടേക്കാണ് പാർട്ടായിട്ട്. പിന്നെ ഇവിടെ ഒരു എയർ ഇൻടേക്ക് ഉണ്ട് താഴെ, അതേപോലെ തന്നെയാണ്. ഇത് നമ്മൾ ബ്രസയിലും അതേപോലെ ഇഗ്നിസിലൊക്കെ ചെറിയ രീതിയിൽ കണ്ടുവന്നിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് ഓപ്ഷനിൽ വരുന്നൊരു പാക്കാണ് ഈ ഒരു ക്രോമിയം സറൗണ്ട് വരുന്നത്. ബോണറ്റിലായിട്ടാണ് നമുക്ക് വൈപ്പർ സ്പ്രേ വരുന്നത്. ഈ ഹെഡ് ലാമ്പ് താണ്ട് ഇതിന് ചുറ്റുമായിട്ട് ഇവർ ബ്ലാക്ക് ആഷൻസ് നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഫ്രണ്ട് കാണുമ്പം നമുക്ക് ഓൾട്ടൈ എല്ലായിടത്തും ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഫ്രണ്ടാണ് എക്സ്പ്രസോയ്ക്ക് മാരുതി നൽകിയിരിക്കുന്നത്. ഇനി സൈഡിലോട്ട് പോയാലും ഈ കാണുന്ന ക്ലാഡിങ്സ് എല്ലാം ഈ ഓപ്ഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ടയർ സൈസ് എന്ന് പറയുന്നത് 14 ഇഞ്ചസ് ആണ്. 165/70 ആണ് ഇതിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. കൂടാതെ ഇതും ഓപ്ഷനിൽ വരുന്നതാണ്, ബ്ലാക്ക് ഡോട്ട് ആയിട്ടുള്ള സൈഡ് മിറേഴ്സ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഡോർ ക്ലാഡിങ്ങും അതിനകത്തുള്ള ഈ ട്രീറ്റ്മെൻറ്റും എല്ലാം ഓപ്ഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ റെയിൻ ഗാർഡ്സും ഓപ്ഷനിൽ വരുന്ന സാധനമാണ്. സൈഡിൽ നോക്കിയാൽ ശരിക്കും നമുക്കൊരു SUV ഫീൽ ലഭിക്കുന്നൊരു വാഹനമാണ് എക്സ്പ്രസോ എന്ന് പറയുന്നത്. കാരണം ഈ ടോൾ ബോഡി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ് റൂം ആയാലും കുറച്ച് അത്യാവശ്യം ഓൾട്ടോ കട്ടിച്ച് വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ റൂമിനൊന്നൊരു വിഷയം വരാത്ത രീതിയിലാണ് എക്സ്പ്രസോ മാരുതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ബാക്ക് സൈഡിലെടുത്ത ഈ സ്പോയിലറും ഓപ്ഷനാണ്. അതും നമ്മൾ ഈ പാക്കേജ് വരുന്ന സ്പോയിലറാണ്. അതിനകത്ത് ബ്ലാക്ക് ഡോട്ട് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറാണ് വരുന്നത്. കൂടാതെ ഈ ഒരു ക്രോമിയം ലൈനും ഇതും ഓപ്ഷനിൽ വരുന്നതാണ്. അതിൻ്റെ താഴെയുള്ള റിയർ സ്കിപ്പ് ലൈറ്റും ഓപ്ഷനിൽ വരുന്നതാണ്. ഇതാണ് എക്സ്പ്രസോയുടെ ബാക്ക് എന്ന് പറയുന്നത്. ഇതാണ് എക്സ്പ്രസോയുടെ ബൂട്ട് എന്ന് പറയുന്നത്. 270 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ബൂട്ടിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യങ്ങളും കാണാനില്ല. ഇത് പാർസൽ ട്രേ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഹുക്സോ കാര്യങ്ങളോ ഒന്നും ബൂട്ടിൽ നൽകിയിട്ടില്ല. ഇതാണ് എക്സ്പ്രസോയുടെ ബൂട്ട് എന്ന് പറയുന്നത്. ഇത് കൂടുതലൊരു ഫാമിലി വാഹനമാണ്. ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇത് എൻട്രി ലെവലാണ്. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്ക് മാരുതി നൽകിയിരിക്കുന്നത്. 1 ലിറ്റർ
67 bhp 90 ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇതിൻ്റെ മേറ്റിംഗ് എന്ന് പറയുന്നത്. എസ്പ്രസോയുടെ ഔട്ട്സൈഡ് പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ ഇൻസൈഡിൻ്റെ കാര്യം. ആ പാക്കിൻ്റെ റെഫറൻസ് മൊത്തത്തിൽ നമുക്ക് ഇൻറ്റീരിയറിൽ കാണാനും സാധിക്കും. സ്റ്റിയറിങ്ങിലുള്ള റാപ്പിംഗ് ആയാലും സീറ്റ് കവർ ആയാലും കൂടാതെ തന്നെ നടുവിൽ സെൻട്രൽ കൺസോളിൻ്റെ ഔട്ടർ പോർഷനിൽ കൊടുത്തേക്കുന്ന ഒരു അലൂമിനിയം ഫിനിഷ് ആയാലും എല്ലാം ഈ പാക്കേജിൽ ഉൾപ്പെട്ട കാര്യമാണ്. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോൾ മാരുതിയുടെ പൊതുവെ നമ്മൾ കണ്ടുവന്നൊരു ഇൻ്റർഫേസ് ഉള്ള സിസ്റ്റമാണ് എസ്പ്രസോയിലും ഉള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് സിസ്റ്റം അലേർട്ട്സൊക്കെ നമുക്ക് ഓണും ഓഫും ചെയ്യാനുള്ള ഫംഗ്ഷനും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നൽകിയിട്ടുണ്ട്. ഇനി ബാക്ക് സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ബാക്ക് സീറ്റ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാക്ക് സീറ്റാണ്. കൂടാതെ തന്നെ നമുക്ക് ലെഗ് റൂം ആയാലും ഹെഡ് റൂം ആയാലും നല്ല രീതി നൽകിയിട്ടുണ്ട്. പിന്നെ ബാക്കിലെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല. പിന്നെ പറയാനായിട്ട് തോന്നിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് പവർ വിൻഡോസ് ബാക്കിലോട്ട് നൽകിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കിയുടെ എസ്പ്രസോ എന്ന വാഹനമാണ്. ഈ വാഹനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെഗ്മെൻറ്റ് ഓപ്പണറാണ്. മിനി SUV എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് മാരുതി ഈ വാഹനത്തിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ സെഗ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ റൈഡിംഗ് പൊസിഷനാണ്. ഹയറായിട്ട് നമുക്ക് തന്നെ സീറ്റിൽ നല്ല ഹയർ ആയിട്ടൊരു റൈഡിംഗ് പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സുഖമായി ഈ ഒരു SUV ഫീൽ ഉണ്ടല്ലോ, SUV ഫീൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ ഒരു റൈഡിംഗ് പൊസിഷൻ, കമാൻഡിങ് പൊസിഷൻ എന്ന് പറയും. ആ ഒരു പൊസിഷനിൽ ഇരുന്ന് നല്ല രീതിയിൽ നിന്ന് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഈ എസ്പ്രസോ എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചോളം ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാത്തതുമായ ഒരു കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനെ പറ്റി ഒരുപാട് ട്രോൾസ് ആയാലും. പക്ഷേ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എൻട്രി ലെവൽ മിനി SUV സെഗ്മെൻ്റ് ആണിത്. ഈ സെഗ്മെൻറ്റിൽ നമുക്ക് നല്ല രീതിയിൽ ട്രാവലിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് ഇച്ചിരി കൂടി സ്പേഷ്യസ് ആയിട്ടൊരു ഹാച്ച് ബാക്കിന്, എൻട്രി ലെവൽ ഹാച്ച് ബാക്കിനെ സംബന്ധിച്ചോളം നമുക്ക് സ്പേസിന് ഒരുപാട് കോംപ്രമൈസ് വരും. ഇപ്പം ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴായാലും എപ്പോഴും. പക്ഷേ ഈ എസ്പ്രസോ എന്ന് പറഞ്ഞ വാഹനത്തിൽ സ്പേസിനൊരു മുൻഗണനയാണ് മാരുതി നൽകിയിരിക്കുന്നത്. ഇപ്പം ലോവറല്ല നമുക്ക് ഷോർട്ടർ ആയിട്ടുള്ള ബോണറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ മാക്സിമം സ്പേസ് ഉൾഭാഗത്താണ് മാരുതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കംഫർട്ട് എന്ന് പറയുന്നതിന് സ്പേഷ്യസിൻ്റെ ഒരു രീതിയിലും കൂടി നമുക്ക് കമ്പയർ ചെയ്യാം. കാരണം കംഫർട്ട് എന്ന് പറയുന്ന സാധനം നമുക്ക് സ്പേസുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്. കാരണം നമുക്ക് ഈ സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ സാധിക്കാത്തതാണ് ഏറ്റവും വലിയ ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു രീതി നോക്കുമ്പോൾ ഈ വാഹനം ഒരുപാട് കംഫർട്ട് നമുക്ക് സ്പേസിൻ്റെ രൂപത്തിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഡ്രൈവിംഗ് പൊസിഷനും. സാധാരണ നമ്മൾ ഓൾട്ടോയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു താന്ന് കുഴിഞ്ഞ് ഇരിക്കുന്ന ഒരു ഫീലാണ് ഓൾട്ടോ നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷേ ഈ വാഹനം സംബന്ധിച്ചോളം നമ്മൾ കയറി നല്ലൊരു ഹൈറ്റ് ആയിട്ടൊരു സർഫസ് ഇരുന്ന് ഓട്ടിക്കുന്ന ഒരു ഫീലാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനെ പറ്റി പറയുമ്പോൾ. പിന്നെ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്നെ സംബന്ധിച്ചോളം കുറച്ചൊന്ന് ലോവേർഡ് ആയിട്ടാണ് സ്റ്റിയറിംഗ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ചെന്ന് താന്നിരിക്കും. അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കാലിൽ നല്ല രീതിയിൽ സ്റ്റിയറിംഗ് തട്ടുന്നുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് പൊക്കാനുള്ള ഓപ്ഷനൊന്നും ഈ വാഹനത്തിലില്ല. എൻ്റെ ഫുൾ ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ഇല്ല, സീറ്റ് താക്കാനും ഓപ്ഷനില്ല. അതൊരു എൻട്രി ലെവൽ വാഹനമാണ്. അപ്പം നമ്മളത് ഒരു പോരായ്മയായിട്ട് പറയേണ്ട കാര്യമല്ല. എന്നാലും ഞാൻ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ വെച്ചുള്ള കാര്യം വെച്ച് എനിക്കൊരു ചെറിയ എർഗണോമിക് ഇഷ്യൂ ആണ് എന്നെ സംബന്ധിച്ചോളം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ സ്പേസ് തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ്. പിന്നെ ആ സ്പേസും മാരുതിയുടെ ഒരു ബ്രാൻഡ് വാല്യൂയും മെയിൻ്റെനൻസ് ആയാലും എഫിഷ്യൻസി കൺസേൺ ആയാലും അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു സെയിൽസ് ചാർട്ടിൽ നോക്കിയാലും നല്ല രീതിയിൽ മൂവിങ് ആയിട്ടൊരു വാഹനമാണ് എസ്പ്രസോ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വാഹനം ബ്രാൻഡ് ന്യൂ ഒരു വാഹനമാണ്. അധികം കിലോമീറ്റേഴ്സും കാര്യങ്ങളൊന്നും ഓടിയിട്ടില്ല. ഇപ്പോൾ ഈ വാഹനത്തിൽ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് 14 കിലോമീറ്ററാണ്. അത് നമ്മൾ ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിയുമ്പോൾ കമ്പനി പറയുന്നതിന് അടുത്തോട്ട് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് 14 കിലോമീറ്ററിന് അടുത്താണ് ഇതിൻ്റെ മൈലേജ് നിലവിൽ കിട്ടുന്നത്. കമ്പനി ക്ലെയിം ചെയ്തേക്കുന്നത് 20 കിലോമീറ്ററാണ്. 20-21 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്തേക്കുന്ന മൈലേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രേക്സിനെ പറ്റി പറയുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഡ്രമ്മാണ്, ബാക്കിലും ഡ്രമ്മാണ്. എൻട്രി ലെവൽ വാഹനമാണ്. ഞാൻ അത് എടുത്തെടുത്ത് പറഞ്ഞ് ഇതാക്കുന്നില്ല. അപ്പം ബ്രേക്സിനെ സംബന്ധിച്ചോളം അതാണ് കാര്യം. പിന്നെ ഫ്രണ്ടിൽ സസ്പെൻഷൻ ആയാലും കുറച്ച് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ചെയ്ത സസ്പെൻഷൻ ഫീലാണ് ലഭിക്കുന്നത്. കാരണം ഇപ്പോൾ റോഡിൽ കൂടി ഗ്ലൈഡ് ചെയ്ത് പോകുമ്പോഴായാലും നമുക്ക് നല്ല രീതിയിൽ ഒരു റഫ് ഫീല് നമുക്ക് ഒരിക്കലും റോഡിൽ നിന്ന് കിട്ടുന്നില്ല. ഇപ്പം ഹമ്പിൽ കൂടി കയറി പോകുമ്പോഴായാലും ഒരു സോഫ്റ്റ് ആയിട്ടൊരു ഫീലാണ് ലഭിക്കുന്നത്. മാരുതിയുടെ വാഹനം പൊതുവെ അങ്ങനെ കാണാത്തതാണ്. അതെനിക്കൊരു കൗതുകമായിട്ട് തോന്നി. അതേപോലെ തന്നെ ഈ കംഫർട്ട് നമുക്ക് ഈ സസ്പെൻഷൻ കൂടെ ആയാലും ഈ സ്പേസ് കൊണ്ട് ആയാലും നമുക്കൊരു കംഫർട്ടിൻ്റെ ഒരു രീതി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങൾക്കൊന്നും നമുക്ക് അധികം പറയാനായിട്ട് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും കാണത്തില്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞുമാണ്. ഇപ്പോൾ ഓൾട്ടോ അല്ലെങ്കിൽ ഒരു ഓൾട്ടോയോ കിഡോ നോക്കുന്നവരെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഉണ്ടാകുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് സ്പേസിനെ പറ്റിയായിരിക്കും. അപ്പോൾ ഈ സ്പേസ് ഇപ്പോൾ നമ്മളെ ലെഗ് റൂം ആയാലും ഹെഡ് റൂം ആയാലും ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് ഓൾട്ടോയിലെ സംബന്ധിച്ചോളം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പോരായ്മ നല്ല രീതിയിൽ മൂവ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ബാക്ക് സീറ്റിനെ സംബന്ധിച്ചോളം നമുക്കിപ്പം ഫാമിലി ആയിട്ട് പോകുമ്പോൾ ബാക്കിൽ ഫാമിലിക്ക് നല്ല രീതിയിലൊരു സ്പേസും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിയെ ബാക്കിയുള്ള പവേഴ്സിൻ്റെ കാര്യം ഞാൻ ഇപ്പം പറയുകയാണെങ്കിൽ 67 bhp ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. 3 സിലിണ്ടർ എഞ്ചിനാണ്, 1 ലിറ്റർ ആണ് എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ടോർക്ക് എന്ന് പറയുന്നത് 90 ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പം ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ്. പിന്നെ കൂടുതൽ അതിൻ്റെ ഡ്രൈവിംഗ് കാര്യങ്ങളൊന്നും പറയേണ്ട ഒരു വാഹനമല്ല. ഇത് ഏറ്റവും കൂടുതൽ ഫാമിലി പർപ്പസ്. ഇത് VXi+ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്, ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷണൽ എക്സ്ട്രാസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്രോം ഇൻസേർട്സ് ആയാലും അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്നൊരു അലൂമിനിയം ഫിനിഷ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് ആയാലും ഈ സ്ക്രീനെ സംബന്ധിച്ചോളം, അതുപോലെ തന്നെ ഈ സ്റ്റിയറിങ്ങിലെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആയാലും സീറ്റ് കവറിങ് ആയാലും എല്ലാം ഓപ്ഷണൽ എക്സ്ട്രാസ് വരുന്ന കാര്യമാണ്. വണ്ടി എടുക്കുമ്പോൾ ഫുൾ ഓപ്ഷന് ലഭിക്കാത്ത നമ്മൾ ഓപ്റ്റ് ചെയ്ത് വാങ്ങിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് ഏകദേശം ഒരു 38,000 രൂപയോളമുള്ള ഒരു പാക്കേജാണ്. അത് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ന്യൂ ഇയർ ഓഫറും കാര്യങ്ങളൊക്കെ, ന്യൂ ഇയർ ഓഫർ എല്ലാം കൂടി ഇട്ട് ഒരു ഡിസ്കൗണ്ട് റേറ്റിലാണ് ഈ വണ്ടി 5,35,000 രൂപയ്ക്ക് നമ്മൾ ഓൺ റോഡ് ഇറക്കിയിരിക്കുന്നത്. ഇത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വാഹനമാണ്. അതാണ് നമ്മളിപ്പം വണ്ടി ഇറക്കിയ ഉടനെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.